ഹലോ, എല്ലാവർക്കും ശ്രീസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് റവ കേസരിയാണ്. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴത്തേനും കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേനും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ട് എൻ്റെ നിറം ഒന്ന് മാറും, അതുവരെ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 2 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും എടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് റവയായിരുന്നെങ്കിൽ 1 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളവും എടുക്കാം. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യണം. റവ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഫുഡ് കളറോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കേണ്ടത്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇതൊന്ന് ലൂസാവും. കാൽ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അവസാനം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ആ പാത്രത്തിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ദിവസം കാണാം. ടാറ്റ.